സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ കഥ പറയുന്ന വീഡിയോ സീരീസിലെ 6ാം വോള്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽക്കാരെ കണ്ടത് കടൽ കടന്ന്, ചെങ്കടൽ കടന്ന് മറുവശത്ത് സീനായി മരുഭൂമിയിലെത്തിയ ഇസ്രായേൽ സമൂഹത്തെയാണ്. ഇവിടെ ദൈവം ഇവരെ നയിക്കുകയാണ്. ഒരു മേഘത്തിൻ്റെ രൂപത്തിൽ ഇവരുടെ മുൻപിൽ ദൈവം സഞ്ചരിക്കുന്നു. പകല് മേഘമായും രാത്രി മേഘത്തിനുള്ളിൽ തെളിയുന്ന അഗ്നിസ്തംഭമായും ഇസ്രായേൽ ജനം മുൻപോട്ട് നീങ്ങുകയാണ്. ഇവരുടെ എണ്ണം നമ്മൾ പറഞ്ഞു, ഏകദേശം 6 ലക്ഷം പുരുഷന്മാരാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20 ലക്ഷത്തോളം വരുന്ന ഒരു ജനസഞ്ചയമാണ്. പുരുഷന്മാരെന്ന് പറയുന്നത് ഇവരെ 20 വയസ്സിന് മേലോട്ടുള്ള യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള ആളുകളുടെ പേരാണ്, ആളുകളുടെ നമ്പറാണ് ഈ പറയുന്നത്. അപ്പോൾ 20 വയസ്സിൽ താഴെയുള്ള അവരെ കുട്ടികളായിട്ടാണ് പരിഗണിക്കുന്നത്. അതുപോലെ ഒരു 60 വയസ്സിനൊക്കെ മേലെയുള്ള ആളുകളെ അവർ യുദ്ധം ചെയ്യാൻ ശേഷിയില്ലാത്തവരായിട്ടാണ് പരിഗണിക്കുന്നത്. 20 to 60 എന്ന് ബൈബിളിൽ ചില ഭാഗങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ പുരുഷൻ എന്നുള്ള ആ ക്രൈറ്റീരിയ. അവരുടെ മൂല്യമായിട്ട് 50 ഷെക്കേൽ എന്നൊക്കെ ബൈബിളിലെ ലേവിയുടെ പുസ്തകത്തിൽ ചില ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അവർ വലിയ മൂല്യമുള്ള ആളുകളാണ്. കാരണം യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള സമൂഹം എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ഒരു നമ്പർ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ബാക്കി എല്ലാം കൂടെ കൂടുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 20 ലക്ഷം പേര് വരുന്ന വലിയൊരു സമൂഹമാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ മുന്നോട്ട് നീങ്ങുന്നു സിനായ് മരുഭൂമിയിൽ. അപ്പോൾ എന്നേക്കുമായിട്ട് അവർ ഈജിപ്തിനോട് ഗുഡ് ബൈ പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇവിടെ ഈ പിന്നീട് നമ്മൾ ഇസ്രായേലിൻ്റെ കഥ പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ പുറജാതി എന്നൊക്കെ പറയുന്ന ഒരു ടെർമിനോളജി നമ്മൾ കാണും. ഇസ്രായേൽ സമൂഹത്തിന് പുറത്തുള്ളവരെ പുറജാതി എന്നുള്ള ടെർമിനോളജി, ആ ടെർമിനോളജി ഒന്നും ഇവിടെ വരുന്നില്ല. കാരണം ഈ എക്സോഡസ് 12-ാമത്തെ അധ്യായത്തിൽ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 48-49 വചനങ്ങളിൽ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശി കർത്താവിൻ്റെ പെസഹ ആചരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യപ്പെടണം. അതിനുശേഷം പെസഹ ആചരിക്കാം. അപ്പോൾ അവൻ സ്വദേശിയെ പോലെയാണ്. അപരിച്ഛേദരാരും പെസഹ ഭക്ഷിക്കരുത്. സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു നിയമമേ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരേ നിയമത്തിൻ്റെ കീഴിൽ വരുന്ന ഒരേ ജനമായാണ് ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും പരിഗണിക്കുന്നത്. യാക്കോബിൻ്റെ മക്കളാണോ അല്ലയോ എന്നുള്ള വിഷയമില്ല, ഈ സമൂഹത്തെ മൊത്തത്തിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. യാക്കോബിൻ്റെ മക്കൾ എന്നാണ് ഇവരെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ യാക്കോബിൻ്റെ മക്കളുടെ 12 ഗോത്രങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള, വിവാഹം മൂലം വന്നു ചേർന്നിട്ടുള്ളവരുണ്ടാവാം, ഭൃത്യന്മാരായി വന്നു ചേർന്നിട്ടുള്ളവരുണ്ടാവാം, ഒരുപക്ഷെ അയൽവാസികൾ എന്ന നിലയ്ക്ക് ഇവരുടെ കൂടെ കൂടിയവരും ഉണ്ടാവാം. അപ്പോൾ അവരെ എല്ലാവരെയും ഈ ഇസ്രായേൽ സമൂഹത്തിൽ ചേർക്കുന്നു. ഇതിൽ ഇവിടെ ഒരിടത്ത് പോലും ഈ പുറജാതി എന്നുള്ള ആ ഒരു പേരില്ല. അപ്പോൾ ഇത് എപ്പോഴും പൊളിറ്റിക്സ്, ഭരണം, അധികാരം, സ്ഥലം, ഇതൊക്കെ വരുന്ന സമയത്താണ്, ഒരു മതം രാഷ്ട്രീയത്തിൻ്റെ രൂപഭാവങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇത്തരം ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമൂഹം ഇവർ യാത്ര തുടർന്ന് പോകണം. എത്ര ദിവസത്തെ യാത്ര എന്നുള്ളൊരു കണക്ക് കൂട്ടിയിട്ടൊന്നുമല്ല ഇവരോടൊന്ന് പുറപ്പെട്ടത്. സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു, ഫിലിസ്തീനയുടെ നാട്ടിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നതെങ്കിൽ സാധാരണ ഒരു കാരവൻ സമൂഹത്തിന് സഞ്ചരിക്കാൻ ആവശ്യമുള്ളത് 6 ദിവസമാണ്. ഇത് ഇത്രയും വലിയൊരു സമൂഹമായതുകൊണ്ട് 6 ദിവസം എന്നുള്ളത് അതിനൊരു 10 ഇരട്ടി കൂട്ടിക്കോ, 60 ദിവസം കൊണ്ട് എത്തേണ്ടതാണ്. പക്ഷേ ഇത് ഇവർ വഴി മാറി. നമ്മൾ പറയുന്നത് പോലെ ഫിംഗേഴ്സ് ഓഫ് റെഡ് സീ എന്ന് പറയുന്ന, റെഡ് സീയുടെ വിരലുകൾ എന്നാണ് ഇതിന് പറയുന്നത്, കൈവഴികളെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അതിൻ്റെ ഇടയിലേക്ക് നമ്മളുടെ തെക്കേ ഇന്ത്യ പോലെ കയറിക്കിടക്കുന്ന 2 കടലുകളുടെ ഇടയിലാണ് തെക്കേ ഇന്ത്യ ഉള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളതിനെ പെനിൻസുല എന്ന് വിളിക്കും. അപ്പോൾ എക്സാക്ട്ലി ആ ഷേപ്പാണ് സിനായ് മരുഭൂമിക്കുള്ളത്. അപ്പോൾ ഇവരെ ഏകദേശം ഈ മഹാരാഷ്ട്രയുടെ ഭാഗത്ത് നിന്ന് കേരളത്തിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ ഈ പെനിൻസുലയുടെ സൈഡിലൂടെ കേരളത്തിലേക്ക് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തിലൂടെ സഞ്ചരിച്ച് ഇവർ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗത്തേക്ക് എത്തണം കേരളത്തിലെത്തിയിട്ട്. അപ്പോൾ പെനിൻസുലയുടെ വക്കിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ് ഇവർ. ഇങ്ങനെ വന്നിട്ട് ഇവർ തിരുവനന്തപുരത്ത് എത്തുമ്പോഴാണ് ഈ കടലിൻ്റെ കോർണർ വരുന്നത്. അവിടെ നിന്നാണ് ഇവർ റിട്ടേൺ അടിച്ച് ആന്ധ്രാപ്രദേശ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് വെള്ളത്തിൻ്റെയൊക്കെ അവൈലബിലിറ്റി ഉള്ള റീജിയനാണ് ഇത് എന്ന് വേണം വിചാരിക്കാൻ. അതിലൂടെ യാത്രാ സംഘങ്ങൾ പോയിട്ടുള്ളതായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഇവരിങ്ങനെ ഒരു ട്രാക്ക് സ്വീകരിച്ചതെന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ഇവർ ഈ ട്രാക്കിലൂടെ സഞ്ചരിച്ച് നീങ്ങുന്നു. അങ്ങനെ ഇവർ കുറച്ചെത്തുമ്പോൾ പട്ടിണിയാണ്. ഏകദേശം സിനായ് മരുഭൂമിയുടെ പ്രദേശത്തേക്ക് എത്തുമ്പോൾ 2 മാസത്തെ ട്രാവലിന് ശേഷമാണ് ഈ ഭക്ഷണത്തെ സംബന്ധിച്ചുള്ള വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഇവർ മോശയുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്നു, മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവർക്ക് മന്നായും കാടപ്പക്ഷിയും ലഭിക്കുന്നു. ഇത് ബൈബിളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എല്ലാ ദിവസവും രാത്രി ഇവർ താമസിക്കുന്ന, ഇവർ ടെൻ്റ് അടിക്കുന്നതിന് മുറ്റത്ത് മന്ന ഒഴിഞ്ഞു കിടക്കും. വൈകുന്നേരങ്ങൾ കാടപ്പക്ഷികൾ വന്ന് വീഴും.
അപ്പോൾ ഈ കാടപ്പക്ഷികളെ വേവിച്ച് കഴിക്കുമ്പോൾ ഇവർക്ക് മാംസം കിട്ടും. ഈ മന്ന എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കൃത്യമായി ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പമാണ് എന്ന് ചിലയിടത്ത് സൂചനയുണ്ട്, ചിലയിടത്ത് ധാന്യമാണെന്ന് സൂചനയുണ്ട്. എങ്കിലും കൂടുതൽ സൂചനകൾ അതൊരു ധാന്യമാണ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അതിന് മല്ലിയുടെ ഷെയ്പ്പാണ് എന്ന് പറയുന്നുണ്ട്, ഒരു തേനിൻ്റെ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അത് പൊടിച്ച് അപ്പം ഉണ്ടാക്കാം എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ധാന്യമായിരിക്കണം. അപ്പോൾ ഒരാൾക്ക് ഒരു ഓമർ വീതം, ഒരു ഓമർ എന്ന് പറഞ്ഞാൽ 2.3 ലിറ്ററാണ്, ഒരു ഓമർ വീതം ഇത് കളക്ട് ചെയ്യാനാണ് ദൈവരെ പറഞ്ഞത്. കൂടുതലും കുറവൊന്നും കളക്ട് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ കൃത്യമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 40 വർഷം ഇവർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതിൻ്റെ കഥയിലേക്ക് നമ്മൾ പിന്നീട് വരും. ഈ 40 വർഷവും ഇവർക്ക് ഈ മന്നായും കാടപ്പക്ഷിയും ലഭിച്ചിരുന്നു, അപ്പവും ഇറച്ചിയും ലഭിച്ചിരുന്നു. കാടപ്പക്ഷി റോയാണ്, അതിനെ വേവിച്ചിട്ടാണല്ലോ കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കണം ഈ മന്ന എന്ന് പറയുന്നത് ധാന്യമാണ്, അതും റോയാണ്, അതിനെ പൊടിച്ചിട്ട് വേണം അപ്പം ഉണ്ടാക്കാനെന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ഇവിടെ ഇവർ സീൻ മരുഭൂമിയിൽ വെച്ചിട്ടാണ് ഈ ഭക്ഷണത്തെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. അവിടെ ഒരു സംഗതി പറയുന്നുണ്ട്, ഈ മന്ന കളക്ട് ചെയ്യുമ്പം ഫ്രൈഡേ ഒരു 2 ദിവസത്തേക്കുള്ളത് കളക്ട് ചെയ്യണമെന്നും സാറ്റർഡേ ഒരു കാരണവശാലും യാതൊരു വിധത്തിലുള്ള ജോലി ചെയ്യരുതെന്നും, അന്ന് മന്ന കളക്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല, തലേന്ന് കളക്ട് ചെയ്ത് വെച്ചാൽ മന്ന അവിടെ നിൽക്കും. അപ്പോൾ ഒരാൾ ഒരു ഓമറിന് പകരം 2 ഓമർ കളക്ട് ചെയ്ത് വെക്കണം. സാറ്റർഡേ നിൽക്കും. വേറെയുള്ള ദിവസങ്ങളിലാണെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചാൽ ചീഞ്ഞു പോകും എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സാബത്ത് ആചരണം എന്നുള്ള ടെർമിനോളജി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തുടക്കത്തിൽ തന്നെ സൃഷ്ടി കർമ്മത്തിൽ നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ദൈവം 6 ദിവസം കൊണ്ട് ഭൂമിയെയും പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇത് കാണുന്നത്. പക്ഷേ സാബത്ത് എന്നുള്ള ടെർമിനോളജി നമ്മൾ കാണുന്നത് എക്സോഡസ് 16:23 ആദ്യമായിട്ട് ആ ഒരു ടെർമിനോളജി കാണുന്നത്. അത് സാറ്റർഡേ ആണ്, സാറ്റർഡേ പരിപൂർണമായിട്ടും വിശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ കാണുന്നത് ഈ സമൂഹത്തിനും മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇതൊരു സെലക്റ്റഡ്, ഇവരെ ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്നതാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, യേശുവിൻ്റെ ജനനത്തിന് ഒരു സാഹചര്യം ഒരുക്കുവാൻ വേണ്ടി ഒരു സമൂഹത്തെ ദൈവം തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ആ സമൂഹത്തെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി അവരെ തയ്യാറെടുപ്പിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇവർക്ക് മന്നയും കാടപ്പക്ഷിയൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യരൊക്കെ സാംസ്കാരികമായിട്ട് ഉയർന്നു വരുന്നത് പോലെ തന്നെയാണ് ഇവരും സാംസ്കാരികമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഇവർ വെറും ആട്ടിടയന്മാരാണ്. ആട്ടിടയൻ്റെ ആ ഒരു ട്രൈറ്റ് മാത്രമേ ഇവർക്കുള്ളൂ. ഇനി വേറെ ഇവർ കുറച്ച് കുറെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരുന്ന സമയത്ത് സിനായ് മരുഭൂമിയിൽ റഫീദീം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അപ്പോഴേക്കും നമ്മൾ സഞ്ചരിച്ച് ഏകദേശം പിന്നെ നമ്മളുടെ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയെന്നാണ് വിചാരിക്കാൻ. അതുപോലത്തെ ഒരു റീജിയനിലേക്ക് ഇവർ എത്തുകയാണ്. സിനായ് മരുഭൂമി ഇങ്ങനെ ചുരുങ്ങി അവസാനം ഇതിൻ്റെ ആ കോണിൽ വരും. ആ കോണിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അവിടെ ആ പ്രദേശത്ത് ഏകദേശം ഉള്ളിലായിട്ടാണ് ഈ സിനായ് മല, ഹൊറൈബ് മല, സീനാമല എന്നൊക്കെ പറയുന്ന ദൈവം പ്രത്യക്ഷപ്പെട്ട മലയുള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്ത പ്രദേശത്ത് റഫീദീം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വെള്ളമില്ല എന്നൊരു പ്രശ്നം വരികയാണ്. അപ്പോൾ ആളുകൾ വെള്ളത്തിന് വേണ്ടി ബഹളം കൂട്ടുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മോശയോട് വടിയെടുത്ത് ഒരു സ്ഥലത്ത് നദിയുടെ മേലെ അടിക്കുക എന്ന് മാർക്ക് ചെയ്യുന്നു, വേറൊരു സ്ഥലത്ത് പാറയുടെ മേലെ അടിക്കുക എന്ന് പറയുന്നുണ്ട്. ദൈവം ഹൊറൈബിലെ പാറമേൽ നിൽക്കുമെന്ന് പറയുന്നത്, ഹൊറൈബ് എന്ന് പറയുന്നത് സിനായ് മല തന്നെയാണ്. ദൈവം ഹൊറൈബിലെ പാറമേൽ നിൽക്കും, വടി കൊണ്ട് നദിമേലടിക്കുക, വേറൊരു സ്ഥലത്ത് പാറമേലടിക്കുക എന്ന് പറഞ്ഞു. ഈ റഫീദീം എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഒരു മരുപ്പച്ചയാണ്. അപ്പോൾ അവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു റിവറുണ്ട്. ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അതിൽ വെള്ളം ഉണ്ടാവും, ചില സമയത്ത് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴാണ് ഇതിൽ വെള്ളം ഉള്ളതെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി ചതുപ്പ് സ്ഥലം പോലത്തെ ഒരു സ്ഥലമാണ്. ഇതൊരു മരുപ്പച്ചയാണ്. ഇനി ഈ മരുപ്പച്ചയിൽ ഒരു വലിയൊരു പ്രദേശമാണത്, കുഞ്ഞു സ്ഥലമല്ല, വലിയൊരു പ്രദേശമാണ്. ആ മരുപ്പച്ചയിൽ വെച്ചിട്ടാണ് അമലേക്യർ ഇവിടെ വന്ന് ഈ റഫീദീമിൽ വന്നിട്ട് ഇവരെ ആക്രമിക്കുന്നു. അപ്പോൾ ഇവരവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് ഇവർ നേരിടുന്ന ഒരു യുദ്ധമാണ്. അപ്പോൾ ഇവർ ശരിക്കും യുദ്ധം ചെയ്യാൻ മാത്രം ഓർഗനൈസ്ഡ് അല്ല. ഇവരുടെ പുരുഷന്മാർ യുദ്ധം ചെയ്യാനൊന്നും ഓർഗനൈസ്ഡ്, ഇവർ യാത്രയുടെ ബഹളത്തിലാണ്. തയ്യാറെടുപ്പിലൊന്നും ആയിട്ടില്ല. ഈ സമൂഹം പെട്ടെന്ന് ഇങ്ങോട്ട് പോരുകയാണ്. അപ്പോൾ ദൈവം ശരിക്കും ഈ സമൂഹത്തെ രൂപപ്പെടുത്തി കൊണ്ടുവരികയാണ്. അതിനുവേണ്ടിയാണ് ഈ 40 years ഒക്കെ എടുക്കുന്നത്. ഇതിനെ ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സാക്കി എടുക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇതിൽ ആദ്യം ഇവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നം ഭക്ഷണത്തിൻ്റെതാണ്. രണ്ടാമത്തെ പ്രശ്നം വെള്ളത്തിൻ്റെതാണ്. ഈ സമയങ്ങളിലൊക്കെ ഒരു പ്രശ്നം നേരിടുമ്പോഴാണ് എല്ലാവരും ഒന്നിച്ചു കൂടുക. ആ സമയത്താണ് ഒരു നേതാവ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ മോശ ശരിക്കും രാജാവിൻ്റെ സ്ഥാനത്താണ്, അഹ്റോനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അഹ്റോൻ പ്രധാന പുരോഹിതൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ഏത് രാജ്യത്തും ഉണ്ടാവും രാജാവും പ്രധാന പുരോഹിതനും. അന്നത്തെ കാലത്ത് രാജാവ് കഴിഞ്ഞാൽ പിന്നെ പ്രധാന പുരോഹിതനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. ഇന്ത്യൻ സമൂഹങ്ങളിലൊക്കെ നമ്മളുടെ സംസ്കാരത്തിലാണെങ്കിൽ രാജാവ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായി വരുന്നത് ഗുരുവാണ്. അതിനുശേഷമാണ് പുരോഹിതൻ വരുന്നത്.
അപ്പോൾ ഇവരുടെ ഈ വെസ്റ്റേൺ അല്ല, ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലായിക്കൊള്ളട്ടെ, ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളിലായിക്കൊള്ളട്ടെ, മറ്റ് സംസ്കാരങ്ങളിലൊന്നും ഗുരുവിന് ഇത്ര ഇന്ത്യയിലുള്ളതുപോലത്തെ ഒരു പ്രാധാന്യം വേറെ ഒരു സ്ഥലത്തും ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇവിടെ ഈ രാജാവ് തന്നെയാണ് ഗുരുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. മോശ എന്ന് പറയുന്നത് ഗുരുവാണ്, അദ്ദേഹം രാജാവും കൂടിയാണ്. അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ പുരോഹിതനായിട്ട് അഹറോൻ വരുന്നു. അഹറോൻ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് എന്നുള്ള കാര്യം. ഇവരൊക്കെ ലേവി ഗോത്രത്തിൽ പെടുന്ന ആളുകളുമാണ്. അപ്പോൾ ഈ അമലേക്കിന് വന്ന് യുദ്ധം, അമലേക്ക് എന്ന് പറയുന്നത് ഏസാവിൻ്റെ ഗ്രാൻഡ് സണ്ണാണ്. ഏസാവിൻ്റെ കാര്യം നമുക്കറിയാം, അബ്രാഹാമിൻ്റെ കഥയുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. യാക്കോബിൻ്റെ സഹോദരനാണ് ഏസാവ്, ഇസഹാക്കിൻ്റെ മകനാണ്. ആ ഏസാവിൻ്റെ ഗ്രാൻഡ് സണ്ണാണ് അമലേക്ക് എന്ന് പറയുന്നത്. ഇവരുടെ താമസ സ്ഥലത്തെ പറ്റിയും ഡിസ്പ്യൂട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സൗദി അറേബ്യയുടെ റെഡ് സീയുടെ സെക്കൻഡ് ഫിഗർ ഗൾഫ് ഓഫ് അക്കാബയുടെ കിഴക്ക് വശത്ത് താമസിക്കുന്ന സമൂഹത്തിൻ്റെ ഭാഗമാണ് ഇവർ. പക്ഷേ ഇവർ താമസിക്കുന്ന ഈ അമലേക്കർ താമസിക്കുന്ന റീജിയനെ കുറിച്ച് ഡിസ്പ്യൂട്ടുണ്ട്. ഇവർ അവിടെ തന്നെയാണ് താമസിക്കുന്നത്, അതോ മിദിയാൻ റീജിയൻ എന്നാണ് നമ്മൾ പേരിട്ടിട്ടുള്ളത്. ആ റീജിയനിലാണ് ഇവർ താമസിക്കുന്നത്, അതോ ഈ ഇപ്പുറത്ത് ജെറുസലേമിൻ്റെ ഭാഗത്തേക്കാണ് ഇവർ താമസിക്കുന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ട്. കാരണം പലപ്പോഴും യുദ്ധങ്ങൾ ഇവരുമായിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ദാവീദിൻ്റെ കാലത്തും സോളമൻ്റെ കാലത്ത് വരെയും അമലേക്കരെ നേരിടുന്നതായിട്ട് രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലൊക്കെ പരാമർശമുണ്ട്. എല്ലാ യുദ്ധങ്ങളിലും ഇവരെ പരാജയപ്പെടുത്തുമെന്നുള്ള ഒരു പ്രോമിസ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്തായാലും ഈ അമലേക്കിനോട് ഇവർ വളരെ ശക്തമായി യുദ്ധം ചെയ്യുകയും മോശയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ പേരിൽ ഇവർ ജയിക്കുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്, അത് ജോഷുവയാണ്. യുദ്ധത്തിലെ പ്രധാന പടയാളിയായിട്ട് വരുന്നത് ജോഷുവയാണ്. അപ്പോൾ ജോഷുവ എന്നുള്ള പേര് പിന്നീട് ഈ ഇതിലെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ ജെത്രോ ഇവരെ വന്ന് കാണും. ജെത്രോ എന്ന് പറയുന്നത് മോശയുടെ അമ്മായിപ്പനാണ്, അദ്ദേഹം മിദ്യാൻ ദേശക്കാരനാണ്. അദ്ദേഹം ഇവിടെ വന്ന് കാണുകയും മോശയുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പിന്നെ മോശയ്ക്ക് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ജെത്രോ അവരുടെ നാട്ടിലെ ഒരു പുരോഹിതനാണ്. അദ്ദേഹം ഇവിടെ വന്ന് യഹോവയുടെ പ്രവർത്തനങ്ങൾ കാണുകയും ഇതാണ് യഥാർത്ഥ ദൈവം എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹമാണ് പറയുന്നത് ഈ പവർ ഡിവൈഡ് ചെയ്യണം, ഇത് മുഴുവനോട് ചുവന്നുകൊണ്ടുപോകാൻ മോശയ്ക്കാവില്ല. അതുകൊണ്ട് ഗോത്രത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ ഇങ്ങനെ നിയമിക്കണം. അവരുടെ പേര് ന്യായാധിപന്മാരെന്നാണ് ബൈബിളിൽ ചേർത്തിട്ടുള്ളത്. അങ്ങനെ ജെത്രോയുടെ ഉപദേശപ്രകാരം ഒരു ന്യായാധിപന്മാരെ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം സീനായ് മലയിലെത്തുന്നു. സീനായ് മലയിലാണ് യഹോവ മോശയ്ക്ക് ദർശനം നൽകുന്നത്. അപ്പോൾ ഇതിൽ യഹോവ എന്നുള്ള YHWH എന്നാണ് അത് ഇംഗ്ലീഷിൽ എഴുതുന്നതിന് പ്രൊനൗൺസിയേഷൻ യഹോവ എന്നാണ്, യാഹ്വേ. അതിനെ ഇംഗ്ലീഷ് ബൈബിളിൽ ലോഡ് എന്നാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ എവിടെയൊക്കെ ലോഡ് എന്ന് എഴുതിയിട്ടുണ്ടോ അതിനെ തോറായിൽ ഈ യഹൂദന്മാരുടെ പുസ്തകത്തിൽ യാഹ്വേ എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ മലയാളത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് കർത്താവ് എന്നാണ്. അപ്പോൾ ഈ നമ്മളുടെ പഴയ നിയമത്തിലെ കർത്താവ് എന്ന് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ യാഹ്വേ എന്നാണ് ശരിക്കും ചേർത്തിട്ടുള്ളത്. അയാം ഹു അയാം എന്ന് പരിചയപ്പെടുത്തിയ ദൈവം, ആ അയാം ഹു അയാം എന്നുള്ളതിൻ്റെ സിംഗിൾ വേർഡാണ് യാഹ്വേ എന്നുള്ളത്. അപ്പം നമ്മൾ കാണുന്ന നമ്മുടെ മലയാളം ബൈബിളിൽ എവിടെയൊക്കെ കർത്താവ് എന്ന് ചേർത്തിട്ടുണ്ടോ അവിടെയൊക്കെ യാഹ്വേ എന്നാണ് ഒറിജിനൽ ടെക്സ്റ്റിലുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ കർത്താവ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റർ എന്ന അർത്ഥത്തിലാണ് നമ്മൾ കർത്താവ്, നിർമ്മിക്കുന്നവൻ, ഉണ്ടാക്കിയിട്ടുള്ളവൻ, അപ്പം ഉണ്ടാക്കിയവൻ എന്ന അർത്ഥത്തിലാണ്. ഇംഗ്ലീഷിൽ ലോർഡ് എന്ന് പറയുന്ന രാജാവ്, ദ കിങ് എന്ന അർത്ഥത്തിലാണ്. എല്ലാം ആത്യന്തികമായിട്ട് സെയിം അർത്ഥമാണ്. എന്നാൽ യാഹ്വേ എന്ന് പറയുന്നതിന് കുറച്ചും കൂടി വിപുലമായ അർത്ഥമുണ്ട്. ഞാൻ ഇന്നലെ അയാം ഹു അയാം എന്നുള്ള വേർഡിനെ കുറിച്ച് കുറച്ച് നിങ്ങളോട് സംസാരിച്ചിരുന്നു. ഇനി ജ്യൂസ് ഒരിക്കലും ഈ യാഹ്വേ എന്നുള്ള പേര് പറയില്ല. കാരണം 10 പ്രമാണങ്ങൾ കൊടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ പ്രമാണമായി പറയുന്നത് ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിന്നെ ദൈവത്തിൻ്റെ നാമം പ്രയോഗിക്കാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ യാഹ്വേയ്ക്ക് പകരം അവർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഹാഷേം, ദ നൈം എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ മീനിങ്. ഹാഷേം ദ നൈം. അപ്പോൾ എവിടെയൊക്കെ അവർക്ക് യഹോവ എന്ന് പറയേണ്ടി വരുന്നുണ്ടോ അവിടെയൊക്കെ അവർ ഹാഷേം എന്ന് പ്രൊനൗൺസ് ചെയ്യും, ഇല്ലെങ്കിൽ അദോനായി എന്ന് പ്രൊനൗൺസ് ചെയ്യും. അദോനായി എന്നുള്ളതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മൈ ലോഡ് എന്നാണ്, മൈ ലോഡ്. അപ്പം എൻ്റെ കർത്താവേ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ ഈ ജ്യൂസ് ഒരിക്കലും യാഹ്വേ എന്നുള്ള പേര് ഉച്ചരിക്കാറില്ല. കാരണം ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്നുള്ള ആ നിയമം അവിടെ ഉള്ളതുകൊണ്ട് അവർ ഹാഷേം ദ നൈൻ എന്നർത്ഥം വരുന്ന ഹാഷേം, അല്ലെങ്കിൽ മൈലോഡ് എന്നർത്ഥം വരുന്ന അദനായി എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ അവർ ഗോഡ് എന്ന് എഴുതും. ഇംഗ്ലീഷിലാണെങ്കിലും ഗോഡ് എന്ന് എഴുതുമ്പോൾ അവർ GOD എന്ന് എഴുതാറില്ല. G ക്യാപിറ്റൽ ഇട്ടിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് D എന്ന് എഴുതും. G-D, അതാണ് അവർ ഗോഡ് എന്ന് എഴുതുക. കാരണം ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കുന്നതിന് വളരെ ശ്രദ്ധയോടെ, വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. നമ്മളൊക്കെ പലപ്പോഴും അത്രത്തോളം ഒരു ഗൗരവം ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കാൻ കൊടുക്കാറില്ല.
വാസ്തവത്തിൽ ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടതുണ്ട്. പിന്നീട് ദൈവം ഇവർക്ക് 10 നിയമങ്ങൾ കൊടുക്കുന്നുണ്ട്. നിയമങ്ങളൊക്കെ എല്ലാവർക്കും ബൈഹാർട്ടാണ്. ഏകദൈവ വിശ്വാസമാണ് ഒന്നാമത്തെ പ്രമാണം. രണ്ടാമത്തെ പ്രമാണം ദൈവത്തിൻ്റെ നാമത്തെ സംബന്ധിച്ചാണ്, അത് ആവശ്യമില്ല, അത് ഉപയോഗിക്കരുത്. മൂന്നാമത്തത് ഈ സാബത്ത് ദിവസം ആചരിക്കുന്നതിനെ കുറിച്ചാണ്, ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. നാലാമത്തെ പ്രമാണം മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതാണ്. അപ്പോൾ നാലാമത്തെ പ്രമാണം മുതലുള്ളത് ഒരു ബെസ്റ്റ് സൊസൈറ്റിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ ആ പ്രമാണങ്ങൾ അനുസരിച്ചേ പറ്റൂ. ആദ്യത്തെ പ്രമാണമാണ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് 3 ബാക്കിയുള്ള 7 പ്രമാണങ്ങളും സമൂഹവുമായി ബന്ധപ്പെട്ടതാണ്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ഇതൊക്കെയാണ് ഈ പ്രമാണങ്ങൾ വരുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളതാണ് സോഷ്യൽ നിയമങ്ങളിൽ ഏറ്റവും പ്രമുഖവും പ്രധാനവുമായി വരുന്ന സംഗതി. അതിന് പിന്നോട്ടാണ് പിന്നീട് കൊല്ലരുത്, കക്കരുത്, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്നുള്ള നിയമങ്ങളൊക്കെ വരുന്നത്. ഇതിൽ നിന്നാണ് പിന്നീട് പരിഷ്കൃതമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഭരണഘടനകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഒരു നന്മയെ കാംക്ഷിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഒതുങ്ങിയ ജീവിതം, അതായത് എപ്പോഴും ശാരീരികമായ ഇച്ഛകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കരുത് എന്ന് ചിന്തിക്കുന്ന എല്ലാ ഫിലോസോഫികളിലും ഉണ്ടായിട്ടുള്ള ഭരണഘടനകളും നിയമങ്ങളുമൊക്കെ ഇതിൻ്റെ എക്സ്റ്റൻഷനാണ് ഈ ആധുനിക യുഗത്തിൽ. പിന്നീട് വേറെ ചില പ്രത്യേക മതങ്ങൾ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവരുടെ റോൾ മോഡൽസ് ശാരീരികമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അത് ലൈംഗിക കാര്യങ്ങളായിക്കോട്ടെ, ഭക്ഷണ കാര്യങ്ങളായിക്കോട്ടെ, അതാണ് ഏറ്റവും പ്രമുഖമായതെന്നുള്ള നിലയ്ക്കുള്ള റോൾ മോഡൽ അവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവരുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾക്കും അതിൻ്റെതായ തകരാറുകളുണ്ട്. അത് ഇവരുടെ നിയമങ്ങൾക്കും ആദ്യമുള്ള നിയമങ്ങൾ, ദൈവം കൽപ്പലകയിൽ എഴുതി കൊടുത്തു എന്ന് പറയുന്ന നിയമങ്ങളാണ് ഈ 10 നിയമങ്ങൾ. ഈ 10 നിയമങ്ങൾക്ക് ശേഷം പിന്നീട് ഒരുപാട് നിയമങ്ങൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം ദൈവം കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ്. അതിപ്പോൾ ഏത് സമൂഹത്തിലാണെങ്കിലും നിയമം കൊടുത്തത് ദൈവമാണ്. ദൈവത്താൽ എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്, അത് മനുഷ്യരെ അനുസരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇതിൽ ഈ വിധവകൾ, അനാഥകർ, പരദേശികൾ, ദരിദ്രർ എന്നിവർക്ക് സംരക്ഷണം നൽകണമെന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പം കൂടാതെ സത്യം പറയണം, ധർമ്മത്തിൽ ജനം. നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ നമ്മൾ പറയുന്നു സത്യം വച ധർമ്മം ചര എന്ന് പറയുന്നത് വളരെ ഇത് കാച്ചി കുറുക്കിയ സാധനം തന്നെയാണ്. ഇപ്പം നമ്മൾ ഭഗവത്ഗീതയൊക്കെ വായിക്കുകയാണെങ്കിൽ, ഞാൻ പഠിക്കുകയോ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഈ പറയുന്ന ഈ പുസ്തകങ്ങളിലൊക്കെ കാണുന്ന എല്ലാ നല്ല നിയമങ്ങളും ഇതിനകത്ത് ഇന്ത്യൻ ഫിലോസഫിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇവാൾവ് ചെയ്ത് വന്നിട്ടുള്ള സംഗതിയാണ്. വളരെ പ്രത്യേകമായിട്ട് ഇവിടെ കാണുന്നത് ഇത് എല്ലാം എഴുതി വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ദൈവം ഒരു പ്രദേശം അലോട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത്, ആ പ്രദേശം വലിയൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന അതിർത്തി ചെങ്കടൽ മുതൽ ഫിലിസ്ത്യ കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുമായിട്ട് അതിർത്തി കൊടുത്തു എന്നുള്ളതാണ് ഈ എക്സോഡസ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനമായിട്ട് കാണുന്നത്. അത് വലിയൊരു ഏരിയയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും സിനായ് മരുഭൂമി ഉൾപ്പെടെ യൂഫ്രട്ടീസ് ഇങ്ങോട്ട് വരുമ്പോൾ ലെബനോൺ പൂർണ്ണമായിട്ട് പോരും, ടർക്കിയുടെ കുറച്ച് ഭാഗം വരും, സിറിയയുടെ ഭാഗവും ഇതിനകത്തേക്ക് വരും, ജോർദാൻ്റെ നല്ലൊരു ഭാഗം ഇതിനകത്ത് പെട്ടുപോകും, സൗദി അറേബ്യയുടെ ചെറിയൊരു ഭാഗവും ഇതിനകത്തേക്ക് വരും. അപ്പോൾ ഈ പറയുന്ന ചെങ്കടൽ മുതൽ ഫിലിസ്ത്യ കടൽ വരെയും യൂഫ്രട്ടീസ് മുതൽ മരുഭൂമി വരെയും എന്നുള്ള ഏരിയ വലിയൊരു ഏരിയയാണ്. അത് പിന്നീട് വളരെ സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ ഈ ഏരിയ കുറേ കൂടി ചുരുങ്ങി വരുന്നുണ്ട്. അത് നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ട് തദ്ദേശീയരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. അങ്ങനത്തെ കാര്യം പുറപ്പാട് 23:31 ഈ പറയുന്ന അതിർത്തികളെ കുറിച്ചുള്ള സംസാരമുള്ളത്. പിന്നെ ഇത് ഒക്കെ ഈ മോശയുടെ പുസ്തകം, ഇവരുടെ ഈ എക്സോഡസ് സംഭവിക്കുന്നത് ഏകദേശം BC 1400 ആ കാലഘട്ടത്തിലാണ്. 1400-1500 ശേഷമാണ് എന്തായാലും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അവിടെ ദേവാലയത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊന്നും എക്സോഡസിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഈ പുസ്തകം പിന്നീട് എഴുതപ്പെട്ടത് ഇൻ റൈറ്റിംഗ്, ഒരുപക്ഷെ കുറേയൊക്കെ പേപ്പറസിലൊക്കെ മോസസ് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്തായാലും ശരി, കൂടുതലും ഇത് ബൈഹാർട്ട് ചെയ്യപ്പെട്ട്, നിയമങ്ങൾ ബൈഹാർട്ട് ചെയ്യപ്പെട്ട് തലമുറകൾ കൈമാറി ഇങ്ങനെ ഏകദേശം BC 500 കൂടിയാണ് ഇത് എഴുതപ്പെട്ട റൈറ്റൺ ഫോമിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മോശ നിയമങ്ങളെല്ലാം എഴുതി വെച്ചു എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പേപ്പറസിലായിരിക്കണം അത് ചെയ്തിട്ടുണ്ടാവുക. കാരണം അന്ന് പേപ്പറസിൽ എഴുതുന്ന രീതി ഈജിപ്തിലുണ്ടായിരുന്നു. പക്ഷെ ദൈവം ഇദ്ദേഹത്തോട് പറയുന്നു 10 നിയമങ്ങൾ ഞാൻ കൽപ്പലയിൽ എഴുതിത്തരാം. അപ്പം പേപ്പറസിൽ എഴുതി കഴിഞ്ഞാൽ അത് നശിച്ചു പോകാനുള്ള സാധ്യതകൾ. അതുകൊണ്ടായിരിക്കാം ദൈവത്തിൻ്റെ കൽപ്പലകൾ എഴുതി കൊടുക്കാമെന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെ കൽപ്പലകളിൽ അത് എഴുതുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഈ കൽപ്പലകളിൽ എഴുതി കൊടുത്ത സംഗതി ഒരു സാക്ഷ്യപേടകം എന്ന് പറയുന്ന ഒരു പേടകമുണ്ടാക്കി ആ പേടകത്തിനുള്ളിൽ സൂക്ഷിക്കണമെന്നും
അതിന് പുറത്ത് കെരൂബ് എന്ന് പറയുന്ന ഒരു ചിറകുള്ള മാലാഖമാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്നും ഒരു തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം വെക്കണമെന്നും ഇതെല്ലാം കൂടി സാക്ഷി കൂടാരത്തിനുള്ളിൽ വെക്കണമെന്നും ഒക്കെ ദൈവം നിർദ്ദേശിക്കുന്നതായിട്ട് അതിൽ എഴുതി വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ മോശയ്ക്ക് കിട്ടിയിട്ടുള്ള ഇൻസൈറ്റുകളാണ്. ആ ഇൻസൈറ്റുകൾ ദൈവം നിർദ്ദേശിച്ചു എന്ന നിലയിൽ അദ്ദേഹം വെക്കുന്നതാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ കെരൂബ് എന്നൊക്കെ പറയുന്നത് ആ പ്രദേശത്തൊക്കെ, അത് ഈജിപ്തിലും ഈ കെരൂബിൻ്റെ രൂപങ്ങളുണ്ടായിരുന്നു, കനാൻ ദേശത്ത് കെരൂബിൻ്റെ രൂപങ്ങളുണ്ടായിരുന്നു, മെഡിറ്ററേനിയൻ ദേശത്ത് കെരൂബിൻ്റെ രൂപങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭയം തോന്നാൻ വേണ്ടി, ഭക്തിയും ഭയവും എപ്പോഴും പിന്നെ ഒരു പുരാതന സമൂഹങ്ങളിൽ ഇത് രണ്ട് കൂടിക്കലർന്ന് കിടക്കും. കാരണം ഭയമില്ല, ഭക്തി വരുന്നത്, പേടിപ്പിച്ചാലേ മനുഷ്യൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പേടിപ്പിക്കുക എന്നുള്ളത് എപ്പോഴും എല്ലായിടത്തും നമുക്ക് കാണാം, ഭയപ്പെടുത്തുക. പിന്നീട് ഈശോ വരുമ്പോഴാണ് ദൈവം സ്നേഹമാണ് എന്ന് പരിചയപ്പെടുന്നത്. അന്ന് ദൈവം സ്നേഹമാണെന്ന് പരിചയപ്പെടുത്തിയ മനുഷ്യർക്ക് മനസ്സിലാക്കിയായിരുന്നു. കാരണം അവർക്ക് ഭയമാണ് അവർക്ക് ഏറ്റവും ആദ്യം മനസ്സിലാകുന്ന വികാരം. അനുസരണ എന്നുള്ളത് സ്നേഹത്തിൽ നിന്നാണ് അനുസരണ വരുന്നത് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാകുന്നത്. ഭയപ്പെടുത്തി അനുസരിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം അന്ന് എല്ലാ സമൂഹങ്ങളും നിലവിലുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവർക്ക് മാത്രം സ്പെസിഫിക് ആയിട്ട് എന്തുകൊണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാ സംസ്കാരങ്ങളിലും ഇതുപോലെ തന്നെ കാര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചുള്ളത് വളരെ കൃത്യമായ 10 നിയമങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള നിയമങ്ങൾ ഇവർ കൃത്യമായി എഴുതി സൂക്ഷിച്ചിരുന്നു. അങ്ങനെ എഴുതി സൂക്ഷിച്ചിരുന്ന സമൂഹങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഈ തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം എന്ന് പറയുന്നത് എപ്പോഴും ഈ സാക്ഷ്യവേടകത്തിനകത്താണ് ഈ 10 കൽപ്പനകൾ വെച്ചിട്ടുള്ള ഈ കൽപ്പലക വെച്ചിട്ടുള്ളത്. ഈ കൽപ്പലക പിന്നെ ഈ സാക്ഷ്യവേടകത്തിലൊക്കെ സ്വർണ്ണം പൊതിയണം, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണത്തോടും വെള്ളിയോടും ഇത്തരം കാര്യങ്ങളൊക്കെ പൂജയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ ഭയം ഉണ്ടാക്കാൻ വേണ്ടിയും അത്ഭുതം ഉണ്ടാക്കാൻ വേണ്ടിയും ആ വിലപ്പിടിപ്പുള്ളതിനെ അതിശയത്തോടെ നോക്കാൻ വേണ്ടിയും ഒക്കെ എല്ലാ സമൂഹങ്ങളിലും ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. ഇവിടെയും അത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം എന്ന് പറയുന്ന സംഗതിയും ഒക്കെ കനാൻ ദേശത്തെ അന്നത്തെ ട്രൈബ്സിൻ്റെ ഇടയിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സംഗതിയാണ് അപ്പം ഉണ്ടായിരിക്കുന്നത്. പിന്നീട് അത് കത്തോലിക്ക സമൂഹത്തെ സംബന്ധിച്ച് അത് വിശുദ്ധ കുർബാനയായിട്ട് മാറുന്നു. തിയോളജിക്കൽ ഭാഗത്തേക്ക് കൂടുതൽ കിടക്കുന്നില്ല. കൂടാരം ഉണ്ടാക്കുന്നതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം പറയുന്നുണ്ട്. എല്ലാം ദൈവം പറഞ്ഞു, ദൈവം നിശ്ചയമായിട്ടും പറഞ്ഞു എന്ന് ഇദ്ദേഹം പറയുകയാണ്. കാരണം ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാലേ അതിന് മൂല്യമുണ്ടാവൂ എന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ പറയുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ കാണേണ്ടത് ഈ 10 നിയമങ്ങൾ യഹൂദരെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ളത് ഏകദൈവ വിശ്വാസം എന്നുള്ളത് അവർക്ക് മാത്രമുള്ളതാണ്. 2, ദൈവം ഇവരുടെ കൂടെ വസിക്കുന്നു എന്നുള്ളതാണ്. കൂടെ വസിക്കുന്ന ഒരു ദൈവം ഇവർക്ക് നിരന്തരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മേഘത്തിൽ പകല് മേഘമായും രാത്രി അഗ്നിയായും ഇവരെ നയിച്ചു കൊണ്ട് പോകുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു ലിവിങ് പ്രസൻസ് അത് ആ മുഴുവൻ സമൂഹത്തിനും ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനൊരു സമൂഹത്തിന് ഫീൽ ചെയ്യാൻ സാധിച്ച ലോകത്തിൽ വേറെ ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല. ബൈബിളിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു. ഈ 40 വർഷവും ഇവരുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു മേഘത്തെക്കുറിച്ചും ആ മേഘത്തിലെ അഗ്നിയെക്കുറിച്ചും പറയുന്നു. അപ്പം അതിനിടയിൽ ബാക്കിയുള്ളത് മുഴുവൻ ഇദ്ദേഹത്തിന് കിട്ടുന്ന ഇൻസൈറ്റുകളൊക്കെ ദൈവം പറഞ്ഞു എന്നുള്ള നിലയിൽ ഇദ്ദേഹം ഇവരുടെ മുമ്പിൽ നിയമമായിട്ട് അവതരിപ്പിക്കുകയാണ്. കൂടാതെ ഈ പ്രീസ്റ്റൊക്കെ ഭയങ്കര ഡെക്കറേറ്റീവായിട്ട് ഡ്രസ്സ് ഇടുന്നു. എഗെയിൻ ഭയവും ബഹുമാനവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ഭയങ്കര ഡെക്കറേറ്റീവായിട്ട് ഡ്രസ്സ് ഇടുന്നത്. ലേവി ഗോത്രത്തിൻ്റെ പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് നിയമിക്കുന്നു. പിന്നെ മൃഗബലി എന്നുള്ളത് വളരെ സിസ്റ്റമാറ്റൈസ് ചെയ്യുന്നു. ഇതെല്ലാം സിസ്റ്റമാറ്റൈസ് ചെയ്യണം. അപ്പം ഈ ഒരു വലിയ സമൂഹത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഉള്ളൊരു സമൂഹമാക്കി മാറ്റുകയും അതേസമയം തന്നെ ദൈവത്തിന് മുന്നിൽ പെരുമാറാനുള്ള കൃത്യമായ നിയമങ്ങൾ എങ്ങോട്ട് തിരിയണം അങ്ങനെയൊക്കെ വളരെ 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 സ്പെസിഫിക് ആയിട്ട് എഴുതിയുണ്ടാക്കുകയും ചെയ്ത് ഈ സമൂഹത്തെ ഫോം ചെയ്യുക. അതാണ് ശരിക്കും ഈ 40 വർഷം കൊണ്ട് നടക്കുന്നത്. ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഒറ്റ സമൂഹമാക്കി ഒറ്റ മനസ്സാക്കി മാറ്റാം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവരെ ഇതിനകത്ത് കൊണ്ടുവന്നത്. അപ്പോൾ മൃഗബലി എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയിലൂടെ ഇവർ മോശ പിന്നെ ഒരു 40 ദിവസത്തെ തപസ് അല്ലെങ്കിൽ ദൈവദർശനവുമായി ബന്ധപ്പെട്ട് സിനായ് മലയിലായിരിക്കുമ്പോൾ ഈ 10 കൽപ്പനകളുടെ എഡിക്ട്സ് ഒക്കെ ഇദ്ദേഹത്തിന് ലഭിക്കുന്ന ആ സമയത്ത് ഇവർ സ്വർണ്ണം കൊണ്ടുള്ളൊരു കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചു എന്ന് പറയുന്നുണ്ട്. മനുഷ്യർക്ക് എപ്പോഴും എന്തെങ്കിലും വേണം. അപ്പോൾ ആരാധിക്കാൻ അവർക്ക് മുമ്പിലൊരു സാധനം വേണം. അപ്പം അത് തന്നെയാണ് ശരിക്കും ഈ വാഗ്ദാന പേടകം എന്നൊക്കെ പറയുന്നതും ഒരു ഫിസിക്കൽ പ്രസൻസ് ഓഫ് ഗോഡ്. അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്രസൻസ് ഓഫ് ഗോഡ് വേണം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഒന്നും കിട്ടാതെ വന്നപ്പോൾ സ്വർണ്ണം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി അത് വലിയ തിന്മയായിട്ട് കാണുന്നുണ്ട്. ഈ കാളക്കുട്ടി എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ഗോഡാണ്. അത് അഗ്രികൾച്ചറിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ദൈവമാണ്. അത് അവരവിടെ ആരാധിച്ച് ശീലമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് ദൈവമാണ്. അപ്പോൾ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് സോ പ്രീഷ്യസ്. അപ്പോൾ ഇവർ ഇവിടെയും ഉണ്ടാക്കുന്നു, ആരാധിക്കുന്നു, മോശയ്ക്ക് ദേഷ്യം വരുന്നു, ഇവരെ വഴക്ക് പറഞ്ഞൊക്കെ നേരെയാക്കുന്നു, മേലിൽ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഇവരുടെ യാത്ര ഈ സീനായ് മലയുടെ ചുറ്റുവട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സീനായ് മലയുടെ ചുറ്റുവട്ടത്തിൽ വെച്ചാണ് ഇവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു സൊസൈറ്റി ആയിട്ട് മാറുന്നതും പിന്നെ ഇവരുടെ ഇടയിൽ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതും പിന്നെ ഇവർക്ക് കൃത്യമായ എഴുതപ്പെട്ട നിയമങ്ങൾ ഉണ്ടാകുന്നതും എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും, ഒരു കുറ്റകൃത്യം ഉണ്ടായാലും എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാലും എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവിടുന്നതാണ്.
നേരെ മറിച്ച് ഈജിപ്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇവർക്കൊന്നുമില്ല. ഇത് വെറും ഒരു സമൂഹം, ഒരാൾ മുമ്പിൽ നിൽക്കുന്നു, ഒരു വടിയും പിടിച്ച് നടക്കുന്നു, ബാക്കിയൊരു പുറകെ വരുന്നു, അവർക്ക് തോന്നിയതുപോലെ അവർ ചെയ്യും. ഇത് മാറി. ഇതിപ്പം ഒറ്റ സമൂഹമായി, നിയമമായി. ഇനി ഈ ഇതിനെ നിയമിക്കാൻ ന്യായാധിപന്മാരായി. ഏറ്റവും ടോപ്പിൽ മോശയുണ്ട്, രാജാവിൻ്റെ സ്ഥാനത്ത് മോശയുണ്ട്. പുരോഹിതനായിട്ട് പ്രധാന പുരോഹിതൻ അഹറോനുണ്ട്. അതിൻ്റെ താഴോട്ട് ധാരാളം ആളുകൾ ലേവി ഗോത്രത്തിൽ നിന്ന് പുരോഹിതനെ സഹായിക്കാനുണ്ട്. നൗ ദ സൊസൈറ്റി ഹാവ് എ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെയാണ് ഈ സംഗതി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 1750 ഈ മെഡിറ്ററേനിയൻ റീജിയനിൽ ഹമ്മുറാബി എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിൽ വളരെ ഒരു മൈൽ സ്റ്റോണാണ്. അപ്പോൾ ഈ ഹമ്മുറാബിയുടെ രാജ്യത്ത് നിലനിന്നിരുന്ന നിയമങ്ങൾ തന്നെയാണ് വാസ്തവത്തിൽ മോശയുടെ നിയമങ്ങളായിട്ട്. ദൈവത്തിൻ്റെ നിയമങ്ങൾ 10 നിയമങ്ങൾ ഹമ്മുറാബിയുടെ നിയമങ്ങളിലില്ല. ബാക്കി മോശ അവതരിപ്പിച്ചിട്ടുള്ള നിയമങ്ങളിൽ ബഹുഭൂരിഭാഗവും 1750 BC തന്നെ ഹമ്മുറാബിയുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന നിയമങ്ങളാണെന്ന് അടുത്ത കാലത്തുള്ള എക്സ്കവേഷൻസ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഇവർ അത് കഴിഞ്ഞ് ഏകദേശം 10, 100 അല്ലെങ്കിൽ 150 വർഷം കഴിഞ്ഞിട്ടാണ് ഇവരുടെ യാത്ര വരുന്നത്. അപ്പോൾ ഈ നിയമങ്ങളെക്കുറിച്ചൊക്കെ മോശ ഒരു രാജകുമാരനായിരുന്നതുകൊണ്ട്, രാജകൊട്ടാരത്തിൽ ട്രെയിനിങ് കിട്ടിയിരുന്നതുകൊണ്ടും അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല അവയർനെസ് ഉണ്ടാവും. അപ്പോൾ ആ അവയർനെസ് കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് അദ്ദേഹത്തിന് ഇൻസൈറ്റുകൾ വരുന്നതെന്നും നിയമങ്ങൾ ഉണ്ടാവുന്നതെന്നും മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് നമ്മളെപ്പോഴും ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് അല്ല വേണ്ടത്. ഫെയ്ത്ത്, വിശ്വാസം എന്നുള്ളത് ഒരു ലോജിക് ഫെയ്ത്താണ് വേണ്ടത്. ലോജിക്കില്ലാത്ത ഫെയ്ത്താണ് ആരെയും എന്തിനും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് അങ്ങനെയല്ല വേണ്ടത്. ഇത്തരം കാര്യങ്ങളെ നമ്മൾ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം. ദൈവം അവിടെയുണ്ട്, ദൈവ നിയമങ്ങളുമുണ്ട്. ദൈവത്തിൻ്റെ നിയമങ്ങൾ ഇന്നും 10 പ്രമാണങ്ങൾ എന്നും യൂണിവേഴ്സൽ ലോസ് ആണ്. അതൊരു കാലത്തും ഇല്ലാതാവില്ല. നമുക്കത് വായിച്ചാൽ മനസ്സിലാവും. അതിനകത്ത് മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമില്ല, സ്നേഹവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമില്ല. ഇതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവരുണ്ടാക്കിയ നിയമത്തിനകത്തുണ്ട്. കൊല്ലരുതെന്നവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ നിയമങ്ങൾക്കകത്ത് കൊല്ലാം, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണെന്നൊക്കെ പറഞ്ഞപ്പോൾ നിയമങ്ങൾ പിന്നീട് വരികയാണ്. ദൈവം കൊടുത്ത നിയമത്തിനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 10 പ്രമാണങ്ങൾ എന്നുള്ളത് വളരെ സ്പെസിഫിക്കും പ്രത്യേകതയുള്ളതുമാണ്. കൂടാതെ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം, ഇവരുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം, ഈ 2 കാര്യങ്ങൾക്കാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഉള്ളത്. ബാക്കിയെല്ലാം ഒരു സോഷ്യൽ ഇവല്യൂഷനാണ്. ഒരു സൊസൈറ്റി ഇവോൾവ് ചെയ്ത് അതൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുക, ഒറ്റ മനസ്സുള്ളൊരു സമൂഹമായിട്ട് മാറുന്നതിൻ്റെ ആ ഒരു ജസ്റ്റേഷൻ പീരീഡ്, ഒരു ഗർഭകാലം എന്ന് കൂട്ടിയാൽ മതി ഈ 40 വർഷം. അതാണ് ഇതിനകത്തോട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സോഡസിൻ്റെ പുസ്തകം അവസാനിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് അടുത്ത ദിവസം. താങ്ക് യു.